ബി പോസിറ്റീവിലേക്ക് തിരികെ. ഇന്ന് ബി പോസിറ്റീവിൽ നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്. കേരളത്തിലെ ആദിവാസികൾക്കൊപ്പം പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തക ധന്യരാമൻ. ശ്രീമതി ധന്യരാമൻ, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ഒരു സാമൂഹ്യ പ്രവർത്തക, അതിലുപരി ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക, എങ്ങനെയായിരുന്നു ഈ രംഗത്തേക്കുള്ള ഒരു കടന്നുവരവ്? കാസർഗോഡാണ് എൻ്റെ വീട്, കള്ളാറ്. ഞാൻ ദളിത് നേതാവ് PK രാമൻ്റെയും യശോദാരാമൻ്റെയും മകളാണ്. ഒറ്റ കുട്ടിയേ ഉള്ളൂ ഞാൻ. ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കോവളത്താണ്, തിരുവനന്തപുരം കോവളത്താണ്. ഇവിടെ ഞാൻ സെറ്റിലായിട്ട് 7 കൊല്ലമായി. ഞാൻ വളരെ കുഞ്ഞു നാളിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ധാരാളം ആളുകൾ വരാറുണ്ട്. എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരുപാട് ദളിതരും ആദിവാസികളും വരാറുണ്ട്. അപ്പോൾ അച്ഛൻ ദളിത് നേതാവായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടാണ് വളർന്നത്. പിന്നെ കുറേ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാവിലൻ സമുദായത്തിൽ പെട്ടിട്ടുണ്ടായിരുന്ന ഒരു തെയ്യം കലാകാരൻ, അയാളുടെ ഭൂമി അടുത്തുള്ള വീട്ടുകാരൻ കയ്യേറി, ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾ കയ്യേറി. അപ്പോൾ ഈ ആദിവാസിയായിട്ടുള്ള ഇയാളിത് ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് അടിച്ചു കൊന്നു അയാളെ. അപ്പോൾ അയാളുടെ ഭാര്യയും 2 മക്കളും എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞ ആ ഒരു രംഗം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പത്തൊട്ടിൽ ഞാൻ നഴ്സറി ഒന്നും പോയിട്ടില്ല. 4 വയസ്സുള്ളപ്പോൾ നേരിട്ട് 1ാം ക്ലാസ്സിലാണ് പോയത്. അപ്പോൾ നന്നായിട്ട് അക്ഷരങ്ങളൊക്കെ എഴുതാൻ പഠിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് അവർക്കുള്ള നിവേദനങ്ങളൊക്കെ ഞാനാണ് എഴുതാറ്. അച്ഛൻ എന്നെ കൊണ്ട് എഴുതിക്കും അതൊക്കെ. അങ്ങനെ ശരിക്കും ചെറുപ്പം മുതലേ ഇവരെ കണ്ട് ഇവരോടൊപ്പം പ്രവർത്തിച്ചു വന്ന ഒരു അനുഭവമാണ് ഈ രംഗത്തേക്ക്. അതെ അതെ. അതിനുശേഷം പിന്നെ വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് ഞാൻ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ, നെഹ്റു കോളേജ് കാഞ്ഞങ്ങാട്, കൂത്തുപറമ്പ് നിർമ്മലേരി കോളേജ്, പിന്നെ ഞാൻ കമ്പനി സെക്രട്ടറിഷിപ്പ് പ്രൊഫഷണൽ ഡിഗ്രിയും ചേർന്നു. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പഠിച്ച ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് 7 കൊല്ലമായില്ല. ഇപ്പം ഈ മേഖലയിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആദിവാസി വിഭാഗം എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന, മണ്ണിൻ്റെ മക്കളാണെങ്കിൽ പോലും പലപ്പോഴും അവരുടെ മണ്ണിൽ നിന്ന് പോലും പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവത്തെ എങ്ങനെയാണ് നോക്കിക്കാണും? നമുക്ക് ഇപ്പം എന്താണ്, ഒരു പ്രാവശ്യം നമ്മളിപ്പം ഒരു സെറ്റിൽമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമുക്കതൊന്ന് തിരിച്ചു കയറാൻ പറ്റൂല. അത് അങ്ങനെയാണ്. നമ്മൾ അത് കണ്ട് അവരോട് അടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മൾ അവർക്ക് ഒരു കൈ കൊടുത്ത് അവരെ സഹായിക്കാനേ നമ്മൾ നോക്കുകയുള്ളൂ. അത് അവരോട് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. കാരണം അത്രയും ദുരിതം ഇന്നും ആദിവാസി വിഭാഗം അനുഭവിക്കുന്നുണ്ട്. നീതിയായാലും നിയമമായാലും പുറത്തുനിന്നുള്ള ചൂഷണമൊക്കെ ഇപ്പം കുറേ മാധ്യമ ശ്രദ്ധ കിട്ടാൻ തുടങ്ങിയതോടുകൂടി കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് അതിന്. പക്ഷെ മാധ്യമ ശ്രദ്ധ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു മാറ്റം വന്നിട്ടുണ്ടാവും. പക്ഷേ ഇവരുടെ ജീവിത അവസ്ഥയെക്കുറിച്ചോ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കോ അതിനെന്തെങ്കിലും ഒരു അറുതി വരുത്താൻ ഏതെങ്കിലും തരത്തിൽ അത് പൂർണ്ണമായിട്ടും അത് ചെയ്യണമെങ്കിൽ അവർക്ക് ഭൂമി കൊടുക്കണം. ബേസിക് നീഡ്സ്, അവരുടെ ഭൂമി, വീട്, ഫുഡ് കഴിക്കാനുള്ള, ആഹാരം കഴിക്കാനുള്ള സാഹചര്യം, വിദ്യാഭ്യാസം, ഇത് മാത്രം ഇത് നമുക്ക് നേരത്തെ സാധ്യമാവുമായിരുന്നു. കാരണം 1975 ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ, 38 വർഷമായില്ലേ. ഇതുവരെ ആയിട്ടും ആ 38 വർഷം കൊണ്ട് 38 കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഒരു 5 കാര്യമെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഭൂമിയും വീടും എഡ്യൂക്കേഷനും എങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ അതിന് ഒരു എത്ര മാറ്റം വന്നിരുന്നേനെ. അപ്പോൾ ഇത്രയും കാലമായിട്ട് അതൊന്നും നടന്നിട്ടില്ല. സത്യത്തിൽ നമ്മുടെ ഭരണകൂടം ഇവരെ യഥാർത്ഥത്തിൽ പേടിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ, അതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ ആയിക്കോട്ടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഇവരിലേക്ക് എത്തുന്നില്ല? പക്ഷെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും സ്വീകരിക്കാൻ ആദിവാസി വിഭാഗം തയ്യാറില്ല. അത് വെറുതെ പറയുന്ന ആദിവാസി വിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ കരുവാക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പോയിടത്തൊക്കെ ഇപ്പം ഒരു തലമുറ, കുറച്ച് വയസ്സായിട്ടുള്ളവർക്ക് ഈ പുതിയ കാര്യങ്ങളോട് യോജിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇപ്പം വളർന്നു വരുന്ന കുട്ടികൾ എന്താണ്, അവർക്ക് സമൂഹത്തിനൊപ്പം ഈ മാറ്റം വരാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പഠിക്കാനും ജോലി വേണമെന്നും എല്ലാം ആഗ്രഹിക്കുന്ന, നന്നായി ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന കൂട്ടർ തന്നെയാണ് അവർ. അതും അവരെ സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും, ഞാൻ കാസർഗോഡാണ്, എൻ്റെ സമുദായത്തിൽ ഞങ്ങൾക്ക് ചില പ്രത്യേക ചിട്ടകളും നിഷ്ഠകളൊക്കെ ഉണ്ട്. എല്ലാ കൊല്ലവും തെയ്യം കഴിപ്പിക്കാറുണ്ട്. അത് ഞങ്ങളുടെ സമുദായ തെയ്യം പഞ്ചുരുളി കുറകജൻ, അതാണ്. അപ്പോൾ അത് ഞങ്ങൾ കഴിപ്പിക്കാറുണ്ട്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ഞങ്ങൾക്ക് പ്രത്യേക ഭാഷയുണ്ട്. വീട്ടിൽ സംസാരിക്കുന്ന തുളുവാണ്, അതിന് ലിപിയില്ല. ഞങ്ങൾക്ക് പ്രത്യേക കുലത്തൊഴിലുണ്ട്. ഞങ്ങൾ പ്രത്യേക കല്യാണത്തിനൊക്കെ പ്രത്യേക ചടങ്ങാണ്.
അപ്പോൾ ഞങ്ങളുടെ സമുദായം നൽകതായാണ്. അപ്പോൾ പ്രത്യേക നൃത്തരൂപങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് ഇപ്പം ഞാനും അത് പാലിക്കുന്നുണ്ട്. ഞാൻ കാസർഗോഡ് വിട്ട് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാലും എൻ്റെ സമുദായത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പാലിക്കുന്നുണ്ട്, ഇപ്പോഴും പാലിക്കുന്നുണ്ട്. ഇത് നിന്ന് പോകാതിരിക്കാനായിട്ട് ഞങ്ങൾക്കുള്ള ഈ തുളു സോങ്സും, ഞാൻ വളർന്നത് തന്നെ ട്രൈബൽ സോങ്സ് ഒക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ അമ്മൂമ്മ കുഞ്ഞുനാളിൽ എനിക്ക് 17 കസിൻസ് ഉണ്ട്. നമ്മളെല്ലാവരെയും അമ്മൂമ്മ പാടിത്തന്ന ഒരു പാട്ട് ഞാൻ പാടിത്തരാം. അത് ട്രൈബൽ സോങ് ആണ്. അതായത് ട്രൈബ്സിൻ്റെ കുട്ടികൾ മെച്ചൂർഡ് ആവുന്ന സമയത്ത് അവർ പാടുന്ന ഒരു പാട്ടാണത്. എള്ളുള്ളേരി എള്ളുള്ളേരി മാണി നങ്കര്, എള്ളുള്ളേരി എള്ളുള്ളേരി കുമരി നങ്കര്, എള്ളുള്ളേരി എള്ളുള്ളേരി മാണി നങ്കര്, എള്ളുള്ളേരി എള്ളുള്ളേരി കുമരി നങ്കര്, മാണി നങ്കര് തൊഗാട്ടി കുമരി നങ്കര്, മാണി നങ്കര് തൊഗാട്ടി കുമരി നങ്കര്, എണ്ണ കൊണ്ടുപോവാ മഞ്ചൾ കൊണ്ടുപോവാ മാണി നങ്കർക്ക്, എണ്ണ കൊണ്ടുപോവാ മഞ്ചൾ കൊണ്ടുപോവാ മാണി നങ്കർക്ക്. ഇതുപോലെ തന്നെ ഈ ട്രൈബ്സിന്റെ ഇടയ്ക്കുള്ള ഭാഷകളും ഭയങ്കര വെറൈറ്റി അല്ലേ? ഓരോ വിഭാഗം എല്ലാവർക്കും സെപ്പറേറ്റ് അവരുടേതായിട്ടുള്ള ഭാഷയും ഒക്കെ ഉണ്ട്. ആഘോഷങ്ങളും ആചാരങ്ങളൊക്കെ അവർക്ക് എല്ലാ ഗ്രൂപ്പ്സിനും വേറെ വേറെ തന്നെയാണ്. ശരിക്കും കേരളത്തിലെ എത്ര ആദിവാസി വിഭാഗങ്ങളുണ്ടെന്ന് കണക്കുകൾ അനുസരിച്ചിട്ട് ഇപ്പൊ 36 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ കാസർഗോഡിലാണ് മറാഠി നേരത്തെ ട്രൈബായിരുന്നു. ഇപ്പൊ അവരെ മറാഠി വിഭാഗത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. മറാഠികൾക്ക് പ്രത്യേക ഭാഷയും ഇതൊക്കെ ഉള്ളവരാണ്. മൂക്കൊക്കെ കുത്തി പ്രത്യേക പൂക്കളൊക്കെ വെച്ച് പ്രത്യേക ഭാഷയൊക്കെ ഉള്ളവരാണ് മറാഠികളും. ഇപ്പോൾ അവരെ വീണ്ടും ട്രൈബ്സിൽ ഉൾപ്പെടുത്തണം എന്നുള്ള പ്രപ്പോസലൊക്കെ പോയിട്ടുണ്ട്. 36 ഗ്രൂപ്പ്സിനും 36 ലാംഗ്വേജസും ആചാരങ്ങളും എല്ലാവർക്കും വേറെ വേറെ തന്നെയാണ്. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഇവരുടെ ഇടയിലൊക്കെ പോയി നേരിട്ട് ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതി അല്ലേ? തീർച്ചയായിട്ടാണ്. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ പുറത്തുനിന്നുള്ളൊരു അവർക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യമാണ് ആദ്യം കൊടുക്കുന്നത്. ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് പേടിയാവുന്നുണ്ടാവും. പുറത്തുനിന്ന് ഒരാൾ അവിടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അവരെ തീർച്ചയായും ചൂഷണം ചെയ്യാനുള്ളതായിരിക്കും എന്നൊരു മെന്റാലിറ്റി ആയിരിക്കും സ്വാഭാവികമായിട്ട് അവരിൽ ഉണ്ടാവുക. എങ്ങനെ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണോ ഉണ്ടാവാറ്? തീർച്ചയായിട്ടും. എന്നെ ഇതുവരെ ആദിവാസികൾ നന്നായിട്ട് ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ സെറ്റിൽമെൻറ്റിൽ പോകുന്നത് വെച്ചാൽ ആദ്യമേ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എല്ലാവരെയും കൂടെ അവിടെ ഒരുമിച്ച് കൂട്ടി ഞാനിവിടുന്ന് പോകുമ്പോൾ എന്നെക്കൊണ്ട് കഴിയാവുന്നത്ര വകുപ്പുകളെയും കൊണ്ടാണ് പോകാറ്. പോലീസും ഫോറസ്റ്റും എക്സൈസും എഡ്യൂക്കേഷൻ ഹെൽത്ത് എല്ലാവരും തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൊണ്ട് പോയി അവിടെ ഓപ്പൺ ഡിസ്കഷൻ നടത്തിയിട്ട് അവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അതിന് പറ്റാവുന്നത്ര ബോധം കൊടുക്കാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യമല്ല, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം പറയുമെങ്കിൽ തന്നെ ഓരോ സെറ്റിൽമെൻറ്റുകളിലും ഞാൻ 30 പ്രാവശ്യം വനിതാസിൽ DYSP ഉഷാവുമാരി മഠത്തിൻ്റെ കൂടെ മാത്രം പോയിട്ടുള്ള സെറ്റിൽമെൻറ്റുകളുണ്ട്. പിന്നെ ബാക്കി നെടുമങ്ങാട് DYSP അങ്ങനെ ലോക്കലായിട്ടുള്ള മറ്റ് റൂറൽ പോലീസുകാരൊക്കെ കൂടെ വരാറുണ്ട്. അപ്പം നമ്മൾ മറ്റു ഉദ്യോഗസ്ഥരും പോകുന്നവരൊക്കെ കൂടിയിട്ട് അവർ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ അവർക്ക് പുറത്ത് നമ്മൾ ചലനാത്മകമായ സമൂഹത്തിൽ ജീവിക്കുന്ന അപ്പോൾ എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര നമ്മൾ അവരെ ആക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മളിവരെയൊക്കെ സമീപിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സമീപനം അതെങ്ങനെയാണ്? എൻ്റെ അടുത്ത് എന്താ പറയണ്ടത്, ഞാനിതുവരെ വിളിച്ചാൽ ഒരു ഉദ്യോഗസ്ഥരൊക്കെ വരാതിരുന്നിട്ടില്ല. ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള ആളാണെന്ന് അവർക്കറിയാം. പിന്നെ അവരെ ഭാഗത്ത് ഒരുപാട് വീഴ്ച വന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ് ഇവർ ഇങ്ങനെ ആവാനുള്ള കാരണം. അപ്പോൾ അവർ നേരം വണ്ണം കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ഫണ്ട് ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് ട്രൈബ്സിനും പഞ്ചായത്തിനും റൂറൽ ഡെവലപ്മെൻറ്റ് ഹെൽത്ത് എല്ലായിടത്തും ഉപയോഗിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതാത് വകുപ്പുകൾ ഇപ്പോൾ അട്ടപ്പാടിയിൽ കേസ് തന്നെ എടുത്തോളൂ. ഞാൻ 3 ദിവസം അട്ടപ്പാടിയിലായിരുന്നു. അപ്പോൾ അട്ടപ്പാടിയിൽ പോയി കണ്ടാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. 148 കോടി രൂപയാണ് PVTG പ്രിമിറ്റീവ് ട്രൈബ്സിനുള്ള ഫണ്ടിന് വന്നിട്ടുള്ളത്. അവിടെ കുറുമ്പ എന്ന് പറഞ്ഞൊരു സമുദായം PVTGയിൽ പെട്ടിട്ടുള്ളവരാണ്. ഇതുവരെ ആയിട്ട് കുറുമ്പക്കാർക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇപ്പം ഇത്രയും ഇത് അട്ടപ്പാടി ഇപ്പോൾ ഒരു ഹോട്ട് ഇഷ്യൂ ആയതുകൊണ്ട് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ വരാൻ തുടങ്ങിയ പിന്നെ ആ PVTG സ്കീമിൻ്റെ ഞാൻ പോയപ്പോൾ കളക്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തുനിന്ന് ഈ പ്രിമിറ്റീവ് ട്രൈബ്സിൻ്റെ സ്കീം വെച്ചിട്ട് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രപ്പോസലൊക്കെ അപേക്ഷയായിട്ട് കളക്ടറുടെ അടുത്ത് എഴുതി കൊടുത്തു. ഇനി അത് ഓരോ വകുപ്പിനെയും സെപ്പറേറ്റ് ആയിട്ട് ഏൽപ്പിക്കും. ഇനി അടുത്ത മാസം 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതേ എല്ലാ വകുപ്പുകളെയും അവിടെ വിളിച്ച് ചേർത്തിട്ട് എൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. അവരെന്താ ചെയ്തിട്ടുള്ളത്, എവിടെയാണ് വീഴ്ച വന്നിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും.
ഈ ഫണ്ടിന്റെ കാര്യം പറഞ്ഞത് ഞാനും ഇതുപോലെ എവിടെയോ വായിച്ച ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവർക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഫണ്ടുകൾ മാത്രം എടുത്താൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു വലിയ തുക കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും യഥാർത്ഥ ഉപഭോക്താക്കളിൽ എത്തുന്നില്ല, അവർക്ക് ലഭിക്കുന്നില്ല. ഇത് ശരിക്കും ആരുടെ വീഴ്ചയാണ്? അധികൃതരുടെ ഭാഗത്തു നിന്നോ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ അതോ ഈ പറയപ്പെടുന്നത് പോലെ ഇവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ഞാനും കണ്ടിട്ടുണ്ട് ഇത്ര കോടി ചെലവാക്കിന്ന് ഓരോ ഊരിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ പറയേണ്ട, ഒരു റുപ്യേൻ്റെ പോലെ ഒരു കുഴിയാനേൻ്റെ ഒരു കുഴി പോലെ ഞാൻ അവിടെ കാണാത്ത ഊരുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ പൈസ എവിടെയാണ് പോകുന്നത്? ഇവരെ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അതിൻ്റെ പുറകെ ഉണ്ട്. എന്തായാലും ഇതുവരെ ട്രൈബ്സിൻ്റെ ഫണ്ട് എവിടെ പോയി ഞാനത് കണക്കെടുത്ത് അവരെ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്തിട്ട് അവരിന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ ചെക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യം തന്നെയാണോ എന്നുള്ളത് അത് ഞാൻ അതിന്റെ വഴിയെ തന്നെ ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ട്രൈബ്സിന്റെ പേരിൽ ഇവിടെ ഭയങ്കര തട്ടിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പൈസ ഒക്കെ എവിടെയാ പോയത്? ഇവർക്ക് ഇന്നും സാക്ഷരത എന്ന് പറയുന്നത് ഈ പോട്ടോമാവിൽ തിരുവനന്തപുരത്ത് പോട്ടോമാവിൽ തന്നെ ഞാൻ സാക്ഷരതാ ക്ലാസ് തുടങ്ങാൻ വേണ്ടി 3 കൊല്ലം ഒരു പഞ്ചായത്ത് സെക്രട്ടറിന്റെ കത്ത് ഞാൻ പോട്ടോമാവിൽ ഒരു 50 പ്രാവശ്യം പോയിട്ടുണ്ടാവും. പഞ്ചായത്ത് സെക്രട്ടറിന്റെ കത്ത് ചോദിച്ചിട്ട് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ട് കുറേ 3 വർഷം ഇതുവരെ ഒരു കത്ത് എനിക്ക് തന്നിട്ടില്ല. അത് കത്ത് തന്നിരുന്നെങ്കിൽ സാക്ഷരതാ മിഷന് കൊടുത്തിട്ട് അവരെ കൊണ്ട് ക്ലാസ് തുടങ്ങിപ്പിക്കാമായിരുന്നു. അവർ ഇന്നാവട്ടെ നാളാവട്ടെ. അപ്പോൾ ഇത് നീണ്ടത് അവർക്ക് ആർക്കും താല്പര്യമില്ല. ഇപ്പൊ നേരെ മറിച്ച് സാക്ഷരതയുടെ കാര്യം പറയുമ്പോൾ താല്പര്യമില്ല. നേരെ മറിച്ച് റോഡിന്റെ ഇത് നോക്കിയാട്ടെ, റോഡ് അവർക്ക് നിലവിൽ റോഡുണ്ട്, പക്ഷെ ഒരു റോഡ് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ അവർക്ക് അരിപ്പയിലേക്ക് ഒരു ഷോർട്ട് വഴിക്ക് വേണ്ടിയിട്ട് 1 കിലോമീറ്റർ വെട്ടാനായിട്ട് അതിന് എഞ്ചിനീയർക്ക് പെട്ടെന്ന് സമയം കിട്ടി. 10-50 ലക്ഷം രൂപയുടെ എസ്റ്റിമേഷനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അതേ സമയത്ത് അവിടെ 1977 ചെറിയൊരു കമ്മ്യൂണിറ്റി ഹാൾ ഒരു ചെറിയ ബിൽഡിംഗ് പണിത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആ മെമ്പറോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എഞ്ചിനീയറോട് ഒരു ചെറിയ എസ്റ്റിമേഷൻ എടുത്തിട്ട് ആ പൊട്ടിയ ഓടൊക്കെ മാറ്റി ഒരു ജനലൊക്കെ ഇട്ട് അത് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അവിടെ നിന്ന് പഠിക്കാം, വനിതാ റിസോഴ്സ് സെൻറ്റർ തുടങ്ങാം, വായനശാല തുടങ്ങാം, എന്തെല്ലാം കാര്യത്തിന് ഉപയോഗിക്കാം. അവിടെ ഇത്രയും വകുപ്പുകൾ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യിക്കാം. അതും പറഞ്ഞിട്ട് 3 കൊല്ലം ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണ് ഇപ്പം ഞാൻ അതുകൊണ്ട് ആ നേരിട്ട് ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് ആദിവാസികളെ കൊണ്ട് തന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യിക്കുകയാണ്. അപ്പോൾ അവർ തന്നെ അതിന് മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് അട്ടപ്പാടിയിലെ തന്നെ കാര്യം എടുക്കാം. ഇപ്പോൾ ശിശുമരണങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ അവര് പറയുന്ന പോഷകാഹാരം അധികൃതർ പറയുന്നത് കൊടുക്കാത്തത് കൊണ്ടല്ല, അവരത് കഴിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണെന്ന്. അതൊന്നുമല്ല, അതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. ICDS ഇവർ ഇത്രയും മരണം സംഭവിച്ചിട്ട് ഇവിടെ എന്താ ചെയ്തത്? ICDSന്റെ ഒരു സൂപ്പർവൈസറെ അവിടുന്ന് എന്താ സ്ഥലം മാറ്റുകയോ ചെയ്തത്, അത് സസ്പെൻഷൻ കൊടുത്തോന്ന് അറിഞ്ഞൂടെ. അങ്ങനെ അത് ഇത്രയും 60 കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് അത്രേ ഇവർ വില കൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തൊരു ഹാർട്സിന്റെ ഒക്കെ പ്രവർത്തനം ഉണ്ടായിരുന്നപ്പോൾ ഇതിലും കൂടെ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു എന്നൊക്കെ. ഹാർട്സിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഹാർട്സ് അവിടെ ഹാർട്സിലുള്ള ചില വ്യക്തികൾ, അതായത് P. ഉഷ ചേച്ചിനെ പോലുള്ളവരൊക്കെ ആദിവാസികൾക്കിടയിൽ നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഹാർട്സിന് നല്ല ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അട്ടപ്പാടിയിൽ എന്ത് ചെയ്ത് എന്നുള്ളത് കുറച്ച് വീട് വെച്ചിട്ട് ഹാർട്സ് വെച്ച് കൊടുത്തതായിട്ട് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇത്രയും 100-400 കോടി രൂപയൊക്കെ കിട്ടുമ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് ആദിവാസികൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള അതിൻ്റെ ഒരു പൊടി പോലും ഞാൻ അവിടെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഊരുകളിൽ ഞാൻ കളക്ടറോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഹോസ്റ്റൽസിലും കുട്ടികൾക്കെല്ലാം വർഷാവർഷം യൂണിഫോം കൊടുക്കുമല്ലോ. യൂണിഫോം കൊടുക്കുന്ന സമയത്ത് ഇത് വെളിയിലുള്ളവർക്കാണ് ഈ വർക്കൊക്കെ കൊടുക്കുന്നത് തയ്ക്കാനായിട്ട്. എത്ര കോടിക്കണക്കിന് രൂപേൻ്റെ ഈ ആദിവാസി പെൺകുട്ടികളിൽ തന്നെ എത്ര പേര് ടൈലറിങ് പഠിച്ച് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അട്ടപ്പാടിയിലുള്ള എത്ര പഠിച്ച ഒരുപാട് പേരുണ്ട് അവിടെ. 10th പ്ലസ് 2 ഒക്കെ പഠിച്ച ഒത്തിരി കുട്ടികളുണ്ട്. അവരൊക്കെ വെറുതെ നിൽക്കുന്നുണ്ട്. അതിൽ താല്പര്യമുള്ളവരെടുത്തിട്ട് ഒരു 10-25 വരെ അവർക്ക് ടൈലറിങ് പഠിപ്പിച്ച് അവിടെ തന്നെ ഒരു യൂണിറ്റ് തുടങ്ങി. ഈ കേരളത്തിലെ മൊത്തം സ്കൂൾസിലേക്കുള്ള യൂണിഫോം തന്നെ കൊല്ലം തയ്ച്ച് അത് തന്നെ പകുതി വരുമാനമാകുമ്പോൾ തന്നെ പകുതി മാറ്റായി. പിന്നെ അവർക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കുട നിർമ്മാണം ചെയ്യാം. കുട അവിടെ ട്രൈബ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം ചെയ്താൽ മതി. അതെന്തിനാ ഈ പുറത്തുള്ളവർക്ക് കൊടുക്കുന്നത് എന്തിനാ? ഇതൊക്കെ അധികാരവർഗത്തിൽ കുറച്ച് ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ആദിവാസികളുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ചെയ്യാൻ, പുറത്തുള്ളവർക്ക് എങ്ങനെയെല്ലാം സംഭാവന ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നല്ലൊരു ഡയറക്ടറുണ്ട്, ഹരികിഷോർ സാറ് നല്ല ഡയറക്ടറാണ്. ഒരു കണ്ണൂരുകാരനാണ്. കണ്ണൂരുകാരുടെ ഡയറക്ടറിൽ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാണ് സാറ്. പക്ഷേ സാറ് പെർമനൻ്റ് ആയിട്ടൊരു ഇവരെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു 7 മാസം ഒരാളെ ഇരുത്തും. ഒരാൾ ചെയ്ത് എന്തെങ്കിലും കാര്യം ചെയ്ത് അത് അപ്പോഴത്തേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ പുതിയ ആൾ വന്നു. അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല.
അങ്ങനത്തെ ഒരു സാഹചര്യം കണ്ടിന്യൂറ്റി കിട്ടും. അപ്പൊ ഞാൻ പറയുന്ന ഹരികിഷോർ സാർ ഇരിക്കുന്നുണ്ടെങ്കിൽ സാറിനെ തന്നെ ഒരു 2-3-4 കൊല്ലം സാറ് തന്നെ ഇരിക്കണം, സാറ് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. പുള്ളി നല്ല ആത്മാർത്ഥമുള്ള ആളാണ്. ഈ ശിശുമരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ തന്നെയാണ് ആദിവാസി സ്ത്രീകൾക്കിടയിലെ മദ്യപാനം അത്തരത്തിലൊരു വലിയ ചർച്ചാ വിഷയം തന്നെയായൊരു കാര്യമായിരുന്നു. ഇതിനിടയിൽ ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ധന്യക്ക് എന്താ അതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്? ഇവരെ നമുക്ക് ഇപ്പം ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടല്ലോ, ചെയ്യുന്ന കാര്യവും ചെയ്യേണ്ടാത്ത കാര്യം അത് ഇവർക്ക് അറിഞ്ഞൂടാ. കുറേ കാര്യം ഇവരെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പം എങ്ങും പോകണ്ട. ഈ തിരുവനന്തപുരം, ഈ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് ഒരു 1.5 മണിക്കൂർ പോയാൽ മതി. പെരിങ്ങമല പഞ്ചായത്തിൽ മദ്യപിച്ചിട്ട് ഏകദേശം ഒരു 35 പേര് മരിച്ചിട്ടുണ്ട്. മരിച്ചത് മീൻസ് ആത്മഹത്യ ചെയ്തതാണ്. അതും ഈ ഒരു 15 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരാണ് ആത്മഹത്യ. കുടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു ഡിപ്രഷൻ മാതിരിയാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇവരങ്ങ് ആത്മഹത്യ ചെയ്യും. അപ്പം ഞാൻ എത്രയോ നാൾ കൊണ്ട് പറയുന്നത് അവർക്ക് ഞാൻ എല്ലാ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് കൊടുക്കാനും അതുപോലെ അവർക്ക് പ്രത്യേകം ക്ലാസ് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇത്രയും ഫണ്ടുള്ള ഈ വകുപ്പോ പഞ്ചായത്തോ അത് അവരുടെ അടുത്ത് ആരടുത്തും പൈസയില്ല ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താനായിട്ട്. എന്നിട്ട് ഞാൻ ADGP ഹേമന്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് ജനമൈത്രീൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ പാലോട് സിയെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അവരെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്ത്രീകളുടെ മദ്യപാനം എല്ലായിടത്തും ഉണ്ടെന്നൊന്നും ഞാൻ പറയൂല. കുറച്ചൊക്കെ അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി പുറത്തുനിന്നുള്ളവർ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യണയാണ്. ഈ പുരുഷന്മാരെ അത്തരത്തില് നല്ലോണം ചൂഷണം. അവർ ഈ പണിയെടുത്ത കൂലി ചോദിക്കാതിരിക്കാനൊക്കെ ആയിട്ട് അവരെ പണ്ടേ കുടിപ്പിച്ച ഇവർക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ എത്ര പൈസേൻ്റെ കണക്കൊന്നും അറിഞ്ഞൂടെ. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വശീകരിച്ച് അങ്ങനെ കൊടുക്കണതാണ്. അവരെ എന്താ ചെയ്യാനായിട്ട് ഇവർ പറഞ്ഞ പോലെ കേൾക്കാനായിട്ട് കൊടുത്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊക്കെ കുറച്ച് ബോധവൽക്കരണമൊക്കെ നടന്നു വരുന്നുണ്ട്. എന്നാലും എല്ലാ പഞ്ചായത്തും ആരോഗ്യവകുപ്പും എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം വരുത്താൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നും നമ്മളങ്ങനെ ഇവരെ എഴുതി തള്ളാൻ പാടില്ല. മാത്രമല്ല ഇവരുടെ ഇടയിൽ ഒരു വിദ്യാഭ്യാസം, നേരത്തെ പറഞ്ഞതുപോലെ പഴയ തലമുറ ഒരു പക്ഷേ ഇതിനോടൊന്നും അനുകൂലിക്കുന്നുണ്ടാവില്ല. പക്ഷേ പുതിയ തലമുറ ഇതിനോട് സ്വാഭാവികമായിട്ടും വളരെ അനുഭവപൂർണമായ ഒരു സമീപനമായിരിക്കില്ലേ സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസമാണെങ്കിൽ അവർക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഇടയിലൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പം കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുന്നുണ്ടോ എന്നുള്ളതിൽ എല്ലായിടത്തും ചെക്ക് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടർമാരും TOമാർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. പിന്നെ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് സാറ് വന്ന് അന്വേഷിക്കണം. അങ്ങനത്തെ നിയമമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലായിടത്തും അത് നടപ്പിലാവുന്നില്ല. എനിക്ക് വയനാട്ടിൽ ഇപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകാത്ത കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ കൊല്ലത്ത് അച്ചൻകോവിലും ഈ മലമണ്ഡാരങ്ങളുടെ ഇടയിലും കുറേ കുട്ടികൾ സ്കൂളിൽ പോകാത്ത സെറ്റിൽമെൻറ്റുകളൊക്കെ ഉണ്ട്. 8 സെറ്റിൽമെൻറ്റ് എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. എനിക്കിതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. എന്നാലും വിദ്യാഭ്യാസം അവർക്ക് എന്തായാലും അത്യാവശ്യമാണല്ലോ. മാത്രമല്ല MRSകളുണ്ട്. അവിടെ ഒരു 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഹയർ സ്റ്റഡീസിന് അവരെ കരിയർ ഒന്ന് എന്ത് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നും അവിടെ ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഇന്ന പ്രൊഫഷണൽ ഡിഗ്രിക്ക് ചേരണം അല്ലെങ്കിൽ ഇന്ന ഡിഗ്രി കോഴ്സിന് ചേരണം, ഇതാണ് എയിം. ഇപ്പോഴും അങ്ങനെ ഒരു അവബോധം അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലുകളുണ്ടല്ലോ, അവരുടെ ദുരവസ്ഥ തന്നെ എന്നും നമ്മുടെ റിപ്പോർട്ടുകളിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഹോസ്റ്റൽസ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കുട്ടികളെ അവർക്ക് സ്കൂളിൽ ഊരിൽ നിന്ന് വെളിയിൽ വരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് ഹോസ്റ്റലിൽ അന്തരീക്ഷം പിടിക്കാനും കുറച്ച് സമയമെടുക്കും. എന്നിരുന്നാലും നമ്മൾ അവരെ അവിടെ തന്നെ നിർത്തി വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ കുറേ അതിനകത്തും കുറേ ദുരിതങ്ങൾ കാണുമല്ലോ. ഒരു പഠിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ നിവൃത്തികൾ ഏതെങ്കിലും അച്ഛനമ്മമാരും മക്കളെയൊക്കെ പിരിഞ്ഞ് ഹോസ്റ്റലിലൊക്കെ അങ്ങനെ നിർത്താൻ ആരും താല്പര്യപ്പെടുമല്ലോ. പിന്നെ നിവൃത്തിയില്ലാതെ വരുന്നതുകൊണ്ടല്ലേ അവർ നിർത്തുന്നത്, ഹോസ്റ്റലൊക്കെ നിർത്തി പഠിക്കും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാവണം. എഡ്യൂക്കേഷൻ എന്തിനാണ് അത് അത്തരത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ ട്രൈബ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് കാലത്തെയുള്ള പല വംശഭീഷണി നേരിടുന്ന ട്രൈബ്സ് വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതായത് ഒരു കാലത്ത് നിർബന്ധിച്ച് വന്ധ്യംകരണം നടത്തിയ ഒരു വലിയ പ്രശ്നമായിരുന്നു. അതായത് പ്ലാസ്റ്റിക് ബക്കറ്റും 200 രൂപയും മാത്രം ആഗ്രഹിച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്തത്. ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി തന്നെ നിലനിൽക്കുന്നു. ഈ വയനാട്ടിലും അട്ടപ്പാടിയിലുമാണ് ഏറ്റവും കൂടുതൽ വന്ധ്യകരണം നടന്നിട്ടുള്ളത്. അത് 90
കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. പിന്നീട് അത് പുറം ലോകം അറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി ആരോഗ്യവകുപ്പ് അതിന്ന് പിന്നോട്ട് മാറി. ഇപ്പോൾ വന്ധ്യകരണം ഏകദേശം നിന്നിട്ടുണ്ട്. പകരം അവർ വേറൊരു പണി എടുത്തു വെച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇടമലക്കുടി പോയപ്പോൾ അവിടെ ആരോഗ്യവകുപ്പ് തന്നെ അവർക്ക് മാലാടി പറയുന്ന ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ആവും. അവിടെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു 550 പേര് കല്യാണം കഴിച്ചതിൽ അതിൽ 300 പേർക്കും മക്കളില്ല. അപ്പോൾ ഇത് കഴിച്ച് അവരെ ശരിക്കും അവർ ഇൻഫെർട്ടിലിറ്റി ആയി കഴിഞ്ഞു അവർക്ക്. അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ടാബ്ലറ്റ് പുറത്തുനിന്നുള്ളവർ മുതുവാൻ ഉള്ള വേറെ ഊരുകളിലേക്ക് പുറത്തുനിന്നുള്ളവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കുറേ മരുന്നും ഇങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് അവരെ ഇതിനകത്ത് അങ്ങനെ അഡിക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ അന്ന് നേരത്തെ ഇൻ്റലിജൻസ് DGP സെൻകുമാർ സാറായിരുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ സാറ് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇപ്പം ആ മരുന്നൊന്നും കൊണ്ടുപോകുന്നില്ല. അങ്ങനെ അതൊക്കെ നിർത്തിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതിൻ്റെ ഒരു ആവശ്യം എന്താ അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നത്? അത് ഈ ഇടമലക്കുടീനൊക്കെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര കഥയാണ്. മൂന്നാറിന്ന് 22 കിലോമീറ്റർ നടക്കണം. അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര വൈൽഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി പോലും ഇല്ലാത്ത ഇതാണത്. നമ്മൾ പോയ സമയത്ത് നമ്മളെ മുന്നിലൂട്ട ഒരു 10-15 ആനൻ്റെ ഗ്രൂപ്പ് നടന്നു പോയിന്. നമ്മളിങ്ങനെ മാറി നിൽക്കുക ചെയ്തത്. അപ്പോൾ ഇടമലക്കുടി അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്കൂളുണ്ട്. 28 കുടികളാണ് അതിനകത്തുള്ളത്. അപ്പോൾ 28 കുടികളിലായിട്ട് 28 അംഗൻവാടികളും പിന്നെ സ്കൂളും ഒരു MGLC ഒക്കെ ഉണ്ട് അതിനകത്ത്. അവിടെ ഈ ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പോകാൻ മടിച്ചിട്ട്, ഇത്രയും ദൂരം നടക്കാൻ മടിച്ചിട്ട് അവർ മാസത്തിലൊന്ന് വരും. മാസത്തിലൊന്ന് വന്നിട്ട് ഇത് എന്തിനുള്ള ഗുളികയാന്ന് പോലും പറയൂല. അതിങ്ങനെ കുറേ ടാബ്ലറ്റ്സ് ഇങ്ങനെ ഓരോരുത്തർക്കും വാരി കൊടുത്തിട്ട് പോകാറാണ് പതിവ്. ഇപ്പം അത് പുറത്ത് നമ്മളെ കൊണ്ടുവന്ന പിന്നെ ഇപ്പം അതൊക്കെ കുറേ നിർത്തിയിട്ടുണ്ട്. മാസത്തിലൊന്നേ വരാറുള്ളൂ. അതേപോലെ അവിടെ ഒരു HM ഉണ്ടായിരുന്നു. അവർ മൂന്നാറിൽ നിന്ന് ട്രാൻസ്ഫർ ചോദിച്ചു മേടിച്ചു ഇടമലക്കുടിക്ക്. എന്നിട്ട് ഒരൊറ്റ പ്രാവശ്യം പോലും ആ ഹെഡ് മിസ്ട്രസ് ആ സ്കൂളിൽ പോയിട്ടില്ല. എന്നിട്ട് മാസം അവർ ശമ്പളം 1 കൊല്ലം മുഴുവൻ ശമ്പളവും മേടിച്ചു. എന്നിട്ട് മറ്റ് അധ്യാപകരോട് പറഞ്ഞ് നിങ്ങൾ അവിടെ ആദിവാസികളെ നന്നാക്കിയിട്ട് എന്താ കാര്യം എന്ന്. എന്നിട്ട് ഈ രജിസ്റ്റർ ബുക്ക് എടുത്തിട്ട് അവിടെ താമസിക്കുന്ന 2 അധ്യാപകർ മാസം ശമ്പളം മേടിക്കാൻ നേരത്ത് മൂന്നാറിലേക്ക് പോകും. ഈ HM ഹെഡ് മിസ്ട്രസ് അവിടെ വന്ന് ഇതിനകത്ത് ഒപ്പിട്ടിട്ട് പോകും. അങ്ങനെയാണ് അവർ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് പുറത്ത് കൊണ്ടുവന്ന് അഡീഷണൽ DPIയോടൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന്. ഇവരുടെ ഇടയിൽ ഇത്രയും കാലം പ്രവർത്തിച്ച് വളരെ കുഞ്ഞുനാൾ തൊട്ട് ഇവരുടെ ഇടയിൽ ഇടപഴകി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് നമുക്ക് വളരെ രസകരമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? എൻ്റെ അമ്മ ആദിവാസികളുടെ ഇടയിൽ പോയിട്ട് രസകരമായിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് ശരിയാണ്, എന്നവർക്ക് ദുരിതം തന്നെയാണ്. എങ്കിൽ പോലും അങ്ങനെ ഞാനൊരു സന്തോഷമുള്ളൊരു അറ്റ്മോസ്ഫിയർ എവിടെയും പിടിക്കാനായിട്ട് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ പോകുമ്പോഴേ കാണുന്ന എല്ലാം ദുരിതമാണ്. പിന്നെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും കുട്ടികൾക്ക് മെഡിസിനൊക്കെ അഡ്മിഷൻ കിട്ടുമ്പോഴും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ സന്തോഷം. അട്ടപ്പാടിയിൽ നിന്നും നമുക്ക് ഡോക്ടറൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറുമ്പ ഊരുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പം നല്ല അവരുടെ അച്ഛൻ്റെ അഭിമാനം കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഈ പോകുന്നിടത്തെല്ലാം പോയാൽ പിന്നെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരിക്കും. ഇത്തരത്തിൽ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് ഒരു കുട്ടി ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ അകത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മ കട്ടൻ ചായയിൽ ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് വെള്ള ചായയാക്കി കൊടുക്കുന്ന ആ രംഗം കണ്ടിട്ട് എനിക്ക് കുറേ അന്ന് എൻ്റെ കൂടെ സ്പെഷ്യൽ സെൽ SP ആണ് ഉണ്ടായത്. അപ്പോൾ സാറ് ഉടനെ തന്നെ 1000 റുപ്യ എടുത്ത് പിന്നെ ഡ്രൈവറെ കൊടുത്ത് പിന്നെ പാൽപ്പൊടിയും അതൊക്കെ മേടിച്ചു കൊടുത്ത് നമ്മളവിടെ ഇരുന്ന് കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് ചായ ഇടേണ്ടതെന്നുള്ളതൊക്കെ കാണിച്ചു കൊടുത്ത് അവർക്കത് ഭയങ്കര സന്തോഷമായി. ആ കുട്ടിയാണെങ്കിൽ അവനൊരു വലിയ സ്റ്റീൽ ചെരുവത്തിൽ നിറച്ചു ആ പാൽപ്പൊടിൻ്റെ ചായ കുടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇവരുടെ ഇടയിലുള്ള ഇവർക്ക് തനതായ സംസ്കാരമുണ്ട്, ജീവിത രീതികളുണ്ട്, ഇവരുടെ ആഘോഷങ്ങൾ പോലും ഒരുപക്ഷെ എടുത്തു പറയേണ്ടതാണെന്ന് തോന്നുന്നു. ആണ്, എല്ലാം പ്രത്യേക ആചാരങ്ങളും ഇവർക്ക് ഓരോന്നിനും കല്യാണ സമയത്തായാലും ഈ മെച്ചൂർഡ് ആവുന്ന സമയത്തായാലും ഭയങ്കര ഉത്സവം പോലെയാണ്. നിറച്ചും തോരണങ്ങളൊക്കെ വെച്ച് വലിയ പന്തലൊക്കെ ഇട്ട് അങ്ങനെ ആഘോഷങ്ങളുണ്ട് അവരുടെ ഇടയിൽ. അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളും നൃത്തങ്ങളും പാട്ടുകളും പ്രത്യേക ട്യൂണൊക്കെ ഉള്ള സോങ്സാണ് അവരുടെയൊക്കെ. ഒരു പാട്ടും കൂടി. എനിക്ക് വേർഡ്സ് ഒന്നും ഓർമ്മയില്ല, നമുക്ക് പാട്ട് ഒഴിവാക്കാം. പിന്നെ ഇവരുടെ സംസാര ഭാഷ തന്നെ വളരെ വ്യത്യസ്തത പുലർത്തുന്നതാണ്. നമ്മൾ നോർമൽ സംസാര ഭാഷയല്ല. അങ്ങനെ എന്തെങ്കിലും 2 വാക്ക് പറയാമോ ഇവരുടെ? അത് കാസർഗോഡുള്ള ഒരു പുതർ എൻച്ചാന്ന് ചോദിച്ചാൽ പേരെന്താണെന്ന് അർത്ഥം. ഇള്ള് എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്, ഹോം എന്നാണ്.
അങ്ങനത്തെ വേറെ എന്താ പറയണ്ടേ, അവരെ ഈ കുറേ സോങ്സ് എനിക്കിപ്പോൾ യമ്മ ജോഫ് ഓ ജോ മാ ജോഫ് യമ്മ ദിക്കളക്ക് ദായ്ത്തെ ബേളെ, ദിക്കളെന്ന് പറഞ്ഞാൽ വൈഫ് എന്നാണ് അർത്ഥം. മകള് അപ്പ അമ്മ ഇങ്ങനെയൊക്കെയാണ് അവർ വിളിക്കുന്നത് ആദിവാസി വിഭാഗത്തിൻ്റെ ഇടയിലുള്ളവർ. ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വംശനാശ ഭീഷണി തരുന്ന ഈ ചോല നായ്ക്കർ, അവര് ഒരു പ്രത്യേക വിഭാഗം, അവര് എന്താ വസ്ത്രം പോലും വളരെ കുറച്ച് ധരിക്കുന്ന ആ രീതിയിലാണ് അവരുടെ സംസ്കാരം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ അട്ടപ്പാടി പോയപ്പോഴും നിലമ്പൂരൊക്കെ പോകുമ്പോഴും കാണാം അവർ എപ്പോഴും എന്താ അതിന് പറയണ്ടേ, ഇവിടം വരെ ഡ്രസ്സ് ഇടണവരാണ്, ബ്ലൗസ് ഇടാതെ. പിന്നെ ഇങ്ങനെ കഴുത്തിലൂടെ ചുറ്റി ഇടുന്ന പ്രത്യേക തരത്തിലുള്ള ഇപ്പോഴും ഉണ്ട്. അത് അവർ ഇപ്പോഴത്തെ തലമുറയെല്ലാം ഡ്രസ്സ് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി മുതുവാൻ സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ അവർ സാരിയൊക്കെ ശരിക്കും എല്ലാവരും സാരി മെച്ചൂർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങോട്ട് സാരിയേ ഉടുക്കുള്ളൂ. ഈ അട്ടപ്പാടിയിലൊക്കെ പോയപ്പോഴും ഇപ്പോഴും ബ്ലൗസ് ഇടാത്ത അമ്മൂമ്മമാരെ കണ്ടിട്ടുണ്ട്. അവരുടെ ഇടയിൽ, മുതുവാന്മാരുടെ ഇടയിൽ കേട്ടിട്ടുള്ളതാണ് ഈ മച്ചൂറായി കഴിഞ്ഞാൽ അവര് വേറെ സ്ഥലങ്ങളിൽ താമസിപ്പിക്കാറുണ്ട്. അവർക്ക് പുര കുടി അങ്ങനത്തെ സംവിധാനമുണ്ട്. ആണുങ്ങൾ സെപ്പറേറ്റ് പുരയിൽ ഒരു സന്ധ്യ കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടെ അവിടെ പോയി താമസിക്കും. നേരം വെളുക്കുമ്പോ എല്ലാരും തിരിച്ചു വരും. അത് തന്നെ, അതുണ്ട്. അതിപ്പോഴും മുതുവാൻ കമ്മ്യൂണിറ്റിന്റെ ഇടയിലുണ്ട്. പെണ്ണുങ്ങളെല്ലാം കൂടി ഒരു പുരയിലും അല്ല കുടിയിലും, ആണുങ്ങളെല്ലാം ഒരു പുരയിലും അങ്ങനെയാ താമസിക്കുക. പക്ഷെ മുതുവാൻ കമ്മ്യൂണിറ്റിയിലെ പുരുഷന്മാരുടെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ബഹുമാനം തോന്നും. അവരുടെ പെണ്ണുങ്ങളെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി കണ്ടിട്ട്. അവിടെ മാത്രം അവിവാഹിത അമ്മമാരൊന്നും ഇല്ലല്ലോ മുതുവാൻ കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ. ആ പുരുഷന്മാർ അത്രക്കും അവരെ പുറത്തുനിന്നുള്ള എന്താണ് ഒരു കാക്ക പോലും അവരെ നോക്കാതിരിക്കേണ്ട രീതിയിൽ അത്ര അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകളെ. ഇതില് വലിയൊരു അനുഭവം അല്ലെങ്കിൽ പറയാവുന്നതാണ് ഗർഭിണികളുടെ ഇടയില് ഗർഭിണികളായവരെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സംവിധാനവും ഏതൊക്കെയോ ഊരുകളിൽ. അത് മുന്നേ അങ്ങനെയൊക്കെ ഒരു എന്താണ് അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഗർഭിണികളെ അങ്ങനെ മാറ്റി പാർപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എവിടെയും. മുന്നേ മെച്ചൂർഡ് സ്ത്രീകൾ ആ സമയത്ത് പ്രത്യേക സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്ന സമയത്ത് അവർ മാറ്റി താമസിപ്പിക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് എല്ലാവരും ഒരുമിച്ചാണ്. അവർ പ്രത്യേകം എനിക്ക് തോന്നുന്നു അവരുടേതായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് കയ്യും കാലൊക്കെ വേദന വരുമ്പോൾ അവരാണെങ്കിൽ ഇത്ര ഹൈറ്റുള്ള ഒരു വീടായിരിക്കും. അതിനകത്തിങ്ങനെ എന്താ പറയുക, അതിന് ഇതൊക്കെ വെച്ചിട്ട് അവിടെ ഒരു അടുപ്പൊക്കെ കൂട്ടി അവരിങ്ങനെ തീയൊക്കെ കാഞ്ഞുകൊണ്ടിരിക്കുക. അവരെ കൈവേനയും കാലുവേനയൊക്കെ പോകാൻ വേണ്ടി അങ്ങനെ ഒരു പ്രത്യേക അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതാണ്. പക്ഷെ ഇത് പറഞ്ഞ പോലെ തന്നെയാ പല നമ്മുടെ മാറാ രോഗങ്ങൾക്ക് പോലുമുള്ള മരുന്നുകൾ പലപ്പോഴും ഇവരുടെ മരുന്ന് നമ്മൾ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ മുന്നത്തെ പ്രാവശ്യം ഒരു കുറേ കാലം മുന്നേ പാലക്കാട് ഇതുപോലെ കടമ്പഴിപ്പുറം സെറ്റിൽമെന്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഫുൾ ബോയിൽസ് വന്നു. മേത്തെല്ലാം പറ്റ പുണ്ണ് വന്നിട്ട് തലമുടിയെല്ലാം നിറച്ചും പുണ്ണായി. എന്നിട്ട് അങ്ങനെ പറയും, എന്താ വേർഡ്, കാസർഗോഡുകാരുടെ ഭാഷയാണ് അത്. ഞാനിവിടെ പട്ട SUT-യിൽ 2 ആഴ്ച കിടന്നു. എനിക്ക് പിന്നെ കുറേ നാളെ കഴിഞ്ഞിട്ട് അത് മാറിയിട്ടേ ഇല്ല. പിന്നെ ട്രൈബൽ മെഡിസിനാണ് ഉപയോഗിച്ചത്. ഇവിടെ മൂപ്പൻ എനിക്ക് മരുന്നുണ്ടാക്കി തന്നു. പിന്നെ അതെല്ലാം പോയി, ഇതൊക്കെ പോയി. അങ്ങനെ അവരെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ, അതുപോലെ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. ഒരു 10 തരത്തിലുള്ള ലീവ് തടി, ബാർക്ക്, മരത്തിൻ്റെ തൊലി, പിന്നെ ഇല, ഇതൊക്കെ വെച്ചിട്ട് ഒരു 10 തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് അവരെ. അത് ഭയങ്കര നല്ല ഇതാണ്. ഞാനാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് അവരെ തന്നെ എനിക്ക് മരുന്നൊക്കെ കൊണ്ട് തന്നത്. ഒരു 2 മാസം ഞാൻ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. പക്ഷേ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇടപെടൽ മൂലം ഇപ്പൊ അവിടെ പാരസെറ്റമോൾ പോലും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അത് തന്നെ, അവരെ വംശീയ വൈദ്യവും പാരമ്പര്യ വൈദ്യമൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ പറയുന്ന പ്രത്യേക എന്തെങ്കിലും റിസർച്ച് സെന്റർ തുടങ്ങി അത് നിലനിർത്തണം. ഭാഗത്തു നിന്ന് അവരുടെ ഈ ശീലങ്ങളെയൊക്കെ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്? അധികം എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കാറുണ്ട്, എന്തെങ്കിലും മരുന്ന് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് അഗസ്ത്യാർ വനത്തിലൊക്കെ മെഡിസിനൽ പ്ലാന്റ്സിനൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിൻ്റെ ഫാമിലി പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്ര മെഡിസിനൽ പ്ലാന്റ്സ് അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. അത് ആദിവാസികൾക്ക് ഒത്തിരി അറിയാം. നമ്മളിപ്പം പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഓരോ അതിൻ്റെ റൂട്ടും ലീഫും പിന്നെ ഫ്ലവറും വരെ എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ അവർക്കത് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഇതുപോലെ റിസർച്ച് സെൻ്ററുകൾ തുടങ്ങി അതിനെ നമുക്ക് മരുന്നായിട്ട് തന്നെ അത് കൊണ്ടുവരണം. അത് ഒരുപാട് ഉപകരിക്കപ്പെടും. പാമ്പ് കടിച്ചാലൊക്കെയുള്ള മരുന്ന്, അതിനൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കണവരൊക്കെ ഈ ഊരുകളിലൊക്കെ ഉണ്ട്. ഇവിടെ തിരുവനന്തപുരത്തൊക്കെ തന്നെ ഉണ്ട്, നിലമ്പൂരും തൃശ്ശൂരിലും. സത്യമാണോ എന്നറിയില്ല, പക്ഷെ അവിടെ നിന്നുള്ളതാണെന്ന തരത്തില് പുറത്ത് വന്ന് നമ്മുടെ നാട്ടിലൊക്കെ വിൽപ്പന നടത്തുന്ന ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അവിടെ പോയിട്ടാണ് അവർ മരുന്ന് തരുക.
ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെളിയിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കണത് എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഇലയൊക്കെ പറിച്ച് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ. അവർക്ക് അറിയാവുള്ള ഏതൊക്കെ ലീഫ് എടുക്കണം എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഉള്ള തലമുറ എന്ന് പറയുന്നത് ഇവർക്കിടയിലെ പുതുതലമുറ അവരുടെ അവകാശങ്ങളെക്കുറിച്ച്, അവർക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ഇതിനോടൊക്കെ അവരതിനൊക്കെ വളരെ ബോധവാന്മാരാണോ അവരുടെ അവകാശങ്ങളെക്കുറിച്ച്? കുറേ ഇടങ്ങളിൽ തന്നെ ഈ യൂത്ത് കുറച്ച് ഉൾവലിയാൻ ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പോൾ അവരെ നമ്മൾ അടുത്ത് നിർത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒരു പരിധി വരെയൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊന്നും നടക്കൂല കേട്ടോ, കുറച്ച് സമയം എടുക്കും. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അത് നമ്മളുമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അല്ലാത്ത യൂത്ത് എല്ലാവരും തന്നെ പഠിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ മിക്ക ഹോസ്റ്റലുകളിൽ പോകാറുണ്ട്. അപ്പോൾ പഠിക്കണമെന്നും നല്ല ജീവിതത്തിൽ നല്ല ഒരുപാട് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ട്. അതിനകത്ത് അംബീഷ്യസ് ആയിട്ടുള്ള ഇപ്പോഴും ഉണ്ട്. ഈ തലമുറ അങ്ങനെ തന്നെയാണ്. അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇനിയെങ്കിലും അവരെ നമുക്ക് നല്ല വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ ഒരുപാട് എല്ലാം ദുഃഖകരമായ സംഭവമാണെന്ന്, എന്നാലും മനസ്സിനെ വല്ലാതെ ഹർട്ട് ചെയ്ത ഏതെങ്കിലും ഒരു സംഭവം അങ്ങനെ എന്തെങ്കിലും? അതിൽ എനിക്ക് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ റേപ്പ് ചെയ്തിട്ട് ഞാൻ അവളുടെ കൂടെ ആശുപത്രിയിൽ പോയി താമസിച്ച് അവൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മെഡിക്കൽ കോളേജിൽ. അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ആ കുട്ടീൻ്റെ മാനസികാവസ്ഥ. ഒരു 3 പേര് കൂടിയാണ് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ റേപ്പ് ചെയ്തത്. ഒന്നുമില്ല, ഒരു കുഞ്ഞു കുട്ടി. അതിനെ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നതെന്ന് അറിഞ്ഞൂടാ. അവളെ പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അവൾ ഇതൊന്ന് ഓവർകം ചെയ്തിട്ടുണ്ട്. അന്ന് അവളാണ് ഒരു CBSE സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു 4 ദിവസത്തെ അവധിക്ക് എന്തോ വീട്ടിൽ പോയതാണ്. ആ പോയിട്ട് ഒരാഴ്ചത്തെ അവധിക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് അവൾക്കിത് സംഭവിച്ചത്. എന്നിട്ട് അവൾ കുട്ടി വീട്ടിൽ മിണ്ടിയില്ല. ഹോസ്റ്റലിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് ഇവളുടെ ഈ ഒട്ടും വയ്യ കുട്ടിക്ക്. ആ അവസ്ഥ കണ്ട് ചോദിച്ചപ്പോഴാണ് ഫുൾ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് കുഞ്ഞിങ്ങനെ വയ്യാണ്ട്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് PP ഗോപി സാറായിരുന്നു ഡയറക്ടർ. സാറാണ് എന്നെ വിളിച്ചറിയിച്ചത്. അപ്പം ഞാൻ ഉടനെ മെഡിക്കൽ കോളേജിൽ പോയി ആ കുഞ്ഞിൻ്റെ കൂടെ ബാക്കി ഡോക്ടറോടൊക്കെ ബാക്കി ആ കുട്ടിക്ക് അവളെ ഓവർകം ചെയ്തതിന് ശേഷമാണ് ഞാൻ അവളെ വിട്ടത്. പിന്നെ അവളുടെ പേരൻസ് വന്നു. അവളുടെ ഇംഗ്ലീഷൊക്കെ കേൾക്കണം. ഭയങ്കര എന്താണ് നല്ല വോയിസ് ആക്സൻ്റ് ഒക്കെ ഉള്ള ഒരു കുട്ടി. അവൾ നല്ല ഫ്യൂച്ചറുള്ള കുട്ടിയാണ്. അവളിപ്പോഴും ഇവിടുന്ന് TC മേടിച്ച് പോയെങ്കിൽ അവളെ നാട്ടിൽ പോയി പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിവാഹിത അമ്മമാരുടെ ഇടയിൽ പോയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത്. അതിൽ വയനാട്ടിൽ തന്നെ മേപ്പാടിയിലുള്ള ഒരു പെൺകുട്ടി 15 വയസ്സിൽ അവൾ പ്രസവിച്ചു. അപ്പോൾ അവൾക്ക് കണ്ണും കണ്ടുകൂടാ, കുറച്ചൊരു മങ്ങിയ കാഴ്ച മാത്രമുള്ളൊരു പെൺകുട്ടി. പിന്നെ കുറച്ച് ഈ റേപ്പും കൂടെ ചെയ്യപ്പെട്ടപ്പോൾ അവൾക്ക് മാനസികമായിട്ട് അവളെ തകർന്നു. അങ്ങനെ ഇങ്ങനെ ഞാൻ പോയപ്പോൾ അവളിങ്ങനെ ഡ്രസ്സിൽ തന്നെ മലമൂത്ര വിസർജനമൊക്കെ നടത്തിയിട്ട് അത്രയും ഓർമ്മയില്ല അവൾക്ക്. അവൾ പ്രസവിച്ച കുട്ടീനെ അവളൊന്നും തൊട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ഈ നെറ്റിയിട്ട് ഉരുട്ടി, പിന്നെ ഇതിലെല്ലാം ആ ചോരയൊക്കെ ഇങ്ങനെ വാരി തേച്ച് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. അവളെ കണ്ടിട്ട് പിന്നെ എനിക്ക് കുറേ നാളത്തേക്ക് എൻ്റെ ഉറക്കം പോയി. ഒരു മനുഷ്യൻ ഇങ്ങനത്തെ അവസ്ഥയിലായി തീരണമെങ്കിൽ എത്രമാത്രം നമ്മളെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മളെ കയ്യിൽ നിന്ന് വിടണമെങ്കിൽ ഏത് അവസ്ഥയിലായിരിക്കും അത്. അവളെ കണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ TOനെ വിളിച്ചു. TO തന്നെ കൽപ്പറ്റ TO തന്നെ അവളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇപ്പോൾ അവൾ നോർമലായി വരുന്നുണ്ട്. അത് ഒരു സന്തോഷമുള്ള. ഇതിനോട് കൂട്ടി വായിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അവിവാഹിതരായ അമ്മമാരുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നു എന്നൊരു കണക്കുകൾ. ശരിക്കും അത് പുറമേ നിന്നുള്ള വലിയ തരത്തിലൊരു ചൂഷണം തന്നെയല്ലേ ശരിക്കും അവിടെ സംഭവിക്കുന്നു? ചൂഷണം. ഇത് ഈ അവിവാഹിത അമ്മമാരായിട്ടുള്ള ഞാൻ പോയടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളിടത്തൊക്കെ അതെല്ലാം അങ്ങനെ എന്താണ് ശരിക്കും റേപ്പ് ചെയ്യപ്പെട്ടവരാണ്. ശരിക്കും റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് 57 കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ 4 കേസ് ജയലക്ഷ്മി മിനിസ്റ്ററും DIG ശ്രീജിത്ത് സാറൊക്കെ നേരിട്ട് പോയിട്ട് രജിസ്റ്റർ ചെയ്ത കേസാണ്. ബാക്കിയൊക്കെ നമ്മൾ വിതുര പഞ്ചായത്ത് ഹോളിൽ അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ടാണ്. അന്ന് DIG അക്ബർ സാറും പിന്നെ മുഹമ്മദ് ഷാഫി DYSP സാറൊക്കെ പിന്നെ വനിതാ സെൽ SP നമ്മളൊരു ടേബിളിന് ചുറ്റും ഇരുന്ന് നമ്മൾ അവരോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ രജിസ്റ്റർ ചെയ്ത കേസുകളാണ്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. എന്നുവെച്ചാൽ അവരൊക്കെ പലപ്പോഴും ഇവർക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായെങ്കിലും അക്രമങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നും. പക്ഷെ അവരൊക്കെ നല്ല അവരെ ഒരു ജീവിതം അങ്ങനെ ആയിപ്പോയാൽ അവർക്ക് ദുഃഖം ഉണ്ടെങ്കിൽ അവർ നല്ല ബോൾഡായിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഉണ്ടായ ഈ കുട്ടികളെ ഞങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ആവാൻ സമ്മതിക്കില്ല. അവരെ പഠിപ്പിച്ച് അവർക്ക് ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ അവരെ കല്യാണം കഴിപ്പിച്ച് കഴിക്കുള്ളൂ. അവരെ ചൂഷണം ചെയ്യാതെ ഇരിക്കാനായിട്ട് ഇവർ നന്നായിട്ട് കുഞ്ഞുങ്ങളെ അവരുടെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്.
ഒരുപക്ഷെ അവർക്ക് സംരക്ഷിക്കാൻ, അവർക്ക് സംരക്ഷണം നൽകാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നറിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ചൂഷണങ്ങൾക്കെതിരെ അവർ പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ടാവും. ഈ അവിവാഹിത അമ്മമാരുടെ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത്രയും പോലീസ് സപ്പോർട്ട് ഞാൻ എടുത്തത്. പോലീസ് സപ്പോർട്ട് എടുത്ത് പിന്നെ പോലീസുകാരെ കൊണ്ട് ഊരിൽ പോവുകയായിരുന്നു. അപ്പം ഈ പോലീസ് സാന്നിധ്യം വന്നതോടുകൂടി പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അവിടെ വരാതായി. അപ്പോൾ ചൂഷണം ഇപ്പം ഈ 2012 ശേഷം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവിവാഹിത അമ്മമാരുടെ കേസ് രജിസ്റ്റർ ചെയ്തില്ല. കുറ്റിച്ചലിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ വിതുരയിൽ തന്നെ 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 രണ്ടാനച്ഛന്മാർ ഈ ഭാര്യയിലുള്ള കുട്ടികളെ റേപ്പ് ചെയ്ത 2 കേസ്. അത് രണ്ടും 10ലും 8ലും പഠിക്കുന്ന കുട്ടികളാണ്. കേസുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ അത് ഇങ്ങനെ സ്വാഭാവികമാണല്ലോ. അത് അവിവാഹിതന്മാരുടെ കേസൊക്കെ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഈ ആദ്യം ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ ആർക്കും അറിഞ്ഞൂടായിരുന്നു. പിന്നെ നമ്മൾ പീപ്പിൾ ടിവിയിൽ തന്നെ എൻ്റെ ഏട്ടൻ എന്ന് പറയാം, എൻ്റെ ഏട്ടൻ എൻ വി ബാലുവേട്ടനാണ് എന്നെ ആദ്യം നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയണമെന്ന് പറഞ്ഞ് എൻ വി ബാലുവേട്ടനും ഭാര്യ ഷൈനയാണ് എന്നെ ആദ്യം മീഡിയയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന ദൂരദർശൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ആളുകൾ ഇങ്ങനെ ഞാനാണ് ഇതിൻ്റെ കുറേ കാര്യങ്ങളുടെ പിന്നിൽ നിന്ന് അറിയാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന് വരട്ടിയിട്ടൊക്കെ ഉണ്ട്. അന്ന് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ അയൽവാസികളൊക്കെ വരട്ടിയിട്ട് പോയി. അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മനോജ് എബ്രഹാം സാറായിരുന്നു. സാറും പിന്നെ ഇതുപോലെ സ്പെഷ്യൽ സെൽ SP, വനിതാ സെൽ SP, വനിതാ സെല്ലിൻ്റെ DYSP, പേരുക്കട CI, സൈബർ സെൽ എല്ലാവരും കൂടി 24 മണിക്കൂറിൻ്റെ അകത്ത് പ്രതിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നെ മനോജ് എബ്രഹാം സാർ അത് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്തു. എനിക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ മാധ്യമ സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈരളി പീപ്പിളിൻ്റെ ഇവിടെയുള്ള സുഹൃത്തുക്കളും ഇനി ഏഷ്യാനെറ്റിൽ നിന്ന് അജയ് ഘോഷാട്ടിന് അടക്കമുള്ള ടീം, മനോരമ ന്യൂസിൽ നിന്ന് ആശാ ജാവേദ്, മാതൃഭൂമി ന്യൂസിൽ സനീത, EV ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ടീം, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഈ മീഡിയയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും വിഷമം തോന്നി നമ്മൾ പിന്നോട്ട് പോകാൻ നോക്കിയാൽ ഇവരൊന്നും നമ്മളെ ഒരിക്കലും പിന്നോട്ട് പോകാനായിട്ട് സമ്മതിക്കൂല. അത്തരത്തിൽ എന്നെ ഫോഴ്സ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ട് ആശിഷ്, പിന്നെ ദൂരദർശനിലൊരു ഷീബ ചേച്ചിയുണ്ട്. ഇവരൊക്കെയാണ് എൻ്റെ ഭയങ്കര ശക്തി എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്. ശരിക്കും ഇതൊരു ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം. ഏതെങ്കിലും സംഘടന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല സംഘടനയും രാഷ്ട്രീയവും എനിക്ക് ആദിവാസികളുടെ കാര്യത്തിൽ ഇതൊന്നുമില്ല. എനിക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, കാരണം ഞാൻ ഏറ്റെടുത്ത തൊട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൽ വിടുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ അന്ന് തുടങ്ങി, അത് ഞാൻ ഇപ്പോഴും അങ്ങനെ അതേപോലെ തന്നെ അതേ സ്പിരിറ്റിൽ തന്നെ ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ടത് എന്നാലും തന്നെ ഇപ്പം നീതി നിയമമൊക്കെ ഇപ്പോഴും അവർക്ക് ദൂരെ തന്നെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്ത് കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുകിൽ ADGP ഹേമേന്ദ്രൻ സാറിനെ വിളിക്കണം, അല്ലെങ്കിൽ ADGP ശങ്കർ റെഡ്ഡി സാറിനെ വിളിക്കണം. ഇപ്പോഴും കേസുകൾ അവർക്ക് ഈ ലോക്കൽ പോലീസിൽ നിന്ന് സപ്പോർട്ട് കിട്ടും. മിക്കപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തെ തന്നെ ഒരു കൂലി കൂടുതൽ തെങ്ങ് കയറി 10 രൂപ കൂലി കൂടുതൽ ചോദിച്ചതിന് അതിൻ്റെ ഓണർ ആദിവാസി ആയിട്ടുള്ള യുവാവിനെ നല്ലോണം അടി കൊടുത്തു. പിന്നെന്ന് പറഞ്ഞാൽ നിലമ്പൂരുള്ള ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ സീനിയർ ഡെപ്യൂട്ടി കമ്മീഷണർ രാത്രി 2 മണിക്ക് കയറി അടിച്ച കേസ്. പിന്നെ ഗർഭിണിയായ ഒരു 5 മാസം ഗർഭിണിയായിട്ടുള്ള 23 വയസ്സുള്ള ഒരു ആദിവാസി സ്ത്രീനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിറകെടുത്തു എന്ന് പറഞ്ഞിട്ട് മൊയ്തു പറയുന്ന ഒരാളെ അടിച്ച്. അങ്ങനെ ഇതെല്ലാം സ്റ്റേഷൻ അപ്പം അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണം. SIമാർ എന്താ ചെയ്യുന്നത്? അവർ സ്റ്റേഷനിൽ വിളിച്ചത് ഒത്തുതീർപ്പാക്കാൻ നോക്കും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിധം മാറും. അത് അവർക്ക് ഞാൻ കണക്കിന് കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ വാർത്തകളിൽ വരുന്ന ഒരു ആദിവാസി മേഖലകളിൽ ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്ന തരത്തിൽ അതിനോടുള്ള ധന്യയുടെ പ്രതികരണം എങ്ങനെയാണ്? മാവോയിസ്റ്റുകൾ എനിക്ക് വന്ന ഞങ്ങൾ അട്ടപ്പാടി നിലമ്പൂരൊക്കെ പോയപ്പോൾ ഇവർ കണ്ടു എന്ന് പറയുന്നുണ്ട്, ആദിവാസികൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. അവരെ ഈ നിലമ്പൂരാണ് അവർ വന്ന് ഏറ്റവും കൂടുതൽ ഫുഡിന് വേണ്ടി ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദിവാസികൾക്ക് അതിനകത്ത് നല്ലോണം പേടിയുണ്ട് മാവോയിസ്റ്റുകളെ. പിന്നെ മാവോയിസ്റ്റുകളൊക്കെ ഇവിടെ ഒന്നും ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ആദിവാസികൾക്കിടയിൽ മാവോയിസ്റ്റുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ കാര്യത്തിൽ അവർ വളരെ ബോധവാന്മാരാണ്. ഇപ്പം ഞാൻ പോവാത്ത ഊരുകളിലാണെങ്കിൽ വേറെ ഒരുപാട് സംഘടനകളുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്, പോലീസുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ മാവോയിസ്റ്റുകൾക്ക് കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ മന്ത്രി എന്ന് പറയുന്നത് ഇവർക്കൊപ്പം പ്രവർത്തിക്കുന്ന, ഇവരോടൊപ്പം തന്നെ ഇവരെ പറ്റി നന്നായി അറിയുന്ന ഒരാൾ. അവരുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയാണോ? വേണ്ട രീതിയിലുള്ള ഈ ഒരുപക്ഷെ അധികാരമുള്ളവർക്ക് എത്രയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും.
ഞാൻ ജയലക്ഷ്മി മിനിസ്റ്റർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ജയലക്ഷ്മി മിനിസ്റ്റർ അടുത്ത് എനിക്ക് ആദ്യം തോന്നിയ ഇഷ്ടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മിനിസ്റ്റർക്ക് തിരിച്ചത് ഇങ്ങോട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം മിനിസ്റ്റർ തന്നെ മിനിസ്റ്ററുടെ വണ്ടിയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം അവരെ വീട്ടിൽ നിന്ന് തന്നെ ആഹാരം കഴിച്ചിട്ടുണ്ട്. തൈക്കാട് ഹൗസിലായിരിക്കുമ്പോഴും ഇനി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. പക്ഷേ മിനിസ്റ്റർക്ക് എനിക്കറിയാം, ഞാൻ ഒറ്റയ്ക്കായിട്ട് ഞാൻ രണ്ടിടത്ത് ജോലി ചെയ്യുന്നുണ്ട്. രണ്ടിടത്ത് ഞാനൊരു ട്രെയിനിങ് കമ്പനി സൊല്യൂഷൻസിൻ്റെ മാനേജറുമാണ്. സെയിം ടൈം ഞാൻ കൺസ്ട്രക്ഷനിൽ സ്റ്റീൽ വർക്ക് എടുത്ത് അത് എൻ്റെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിൻ്റെ സ്റ്റീൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ടും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കാശ് ഉണ്ടാക്കുന്നുണ്ട്, എൻ്റെ കുടുംബം നോക്കുന്നുണ്ട്, ഊരുകളിൽ പോകുന്നുണ്ട്. ഞാൻ ഒരാൾ വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ അധികാരവും എല്ലാ സൗകര്യമുള്ള ഇവർ വിചാരിച്ചാൽ എന്ത് മാറ്റം എന്തെല്ലാം ചെയ്യാം, അതിലെനിക്ക് മിനിസ്റ്ററുടെ അടുത്ത് നല്ല എതിർപ്പുണ്ട്. അത് ആ ഒരു കമാൻഡിങ് പവർ, ആ ഒരു ആർജവം കാണിക്കാത്തതിൽ മിനിസ്റ്ററുടെ അടുത്ത് എനിക്ക് ഒരു പണക്കമുണ്ട്. അവസാനമായി കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് അതെങ്ങനെയാണ്? കുടുംബത്തിൻ്റെ സപ്പോർട്ട് അവർക്ക് വേറെ നിവർത്തിയില്ല, ഭർത്താവിന് ഇല്ല. അവർക്ക് ഭയങ്കര കാര്യമാണ്, തന്നെ ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഇതിലെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് ചെയ്തോ. കാരണം അവർ കാണുന്നുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് ഒരാൾ കരഞ്ഞു ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ സെറ്റിൽമെൻറ്റ് പോകുമ്പോഴെല്ലാം അവരടുത്ത് അവരറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ അവിടെ പിന്നീട് എന്ത് മാറ്റം സംഭവിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നുള്ള അപ്പോൾ അവർ കണ്ടറിയുന്നുണ്ട്. അപ്പോൾ അവരത് എന്നോട് കൂടുതൽ ചെയ്തോന്നേ പറയുന്നുള്ളൂ. വളരെ നന്ദി ധന്യരാമൻ, ഈ അവസരത്തിൽ ബി പോസിറ്റീവിൽ അതിഥിയായി എത്തി ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. തീർച്ചയായും ധന്യയുടെ പ്രവർത്തനങ്ങൾ നല്ല ഫലം കാണട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു.